അസംതൃപ്തമായ ആത്മാവിന് വല്ലപ്പോഴും വീണുകിട്ടുന്ന ആഹ്ലാദത്തിൻ്റെ അസുലഭ നിമിഷങ്ങൾക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞാൻ എഴുതുന്നു. ആ സ്വാതന്ത്ര്യമാണ് എൻ്റെ അസ്തിത്വം. അതില്ലെങ്കിൽ ഞാൻ കാനേഷുമാരി കണക്കിലെ ഒരക്കം മാത്രമാണ്. ആൾക്കൂട്ടത്തിൽ തനിയാവുക, രണ്ടാമൂഴം കാത്തുകിടക്കുക, ഏകാഗിയാവുക. ഇങ്ങനെ ഒത്തിരി അവസ്ഥകൾ എംടി കഥാപാത്രങ്ങളിൽ ആവർത്തിച്ചു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ഒറ്റപ്പെടുമ്പോഴും ആൾക്കൂട്ടത്തിൽ തന്നെയുണ്ട് അയാൾ. ഈ ഏകാന്തത കൊണ്ടുനടന്ന് താലോലിക്കുന്നു അദ്ദേഹം. ചിലപ്പോൾ ഒരു ചെറു പുഞ്ചിരിയിലൊതുക്കുന്നു. ഇത് എംടിയുടെ കഥകൾക്ക് ദുഃഖത്തിൻ്റെ മധുരം പകരുന്നു. മനുഷ്യരിലെ ദുഷ്ടമായ ബാഹ്യപ്രകൃതിക്കു പുറകിലെ ദൈന്യതയും ധർമ്മസങ്കടങ്ങളും പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളും അനാവരണം ചെയ്യുന്നതിലൂടെ അവരിലെ നന്മ കണ്ടെത്താനാണ് എംടിയുടെ ശ്രമം. എംടി കഥാപാത്രങ്ങളുടെ മുഖ്യമായ ഘടകവും ഈ മാനവികതയാണ്. ഒരെഴുത്തുകാരൻ കഥയോ കവിതയോ എഴുതിത്തീർത്ത് അവതരിപ്പിക്കുമ്പോൾ അയാൾ സ്വതന്ത്രനാവുന്നു. എംടിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ, നിർമ്മാണ പ്രക്രിയയിൽ ജീവിതത്തിൻ്റെ മറ്റേതു നിമിഷത്തിലും അനുഭവിക്കാത്ത സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നു. അവിടെ എനിക്ക് ഉടയാനും മേലാളുമില്ല. വീട്ടിലും ജോലിസ്ഥലത്തും നഗരവീഥിയിലും സമൂഹത്തിലും ഞാൻ പരതന്ത്രനാണ്, ദുർബലനാണ്, അടിമയാണ്. എൻ്റെ ഈ ലോകത്തിൽ രാജാവും പ്രജയുമായി ഞാൻ മാത്രമേയുള്ളൂ. കാഥികൻ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഒരു വികാരത്തിൻ്റെ, ഒരു നിമിഷത്തിൻ്റെ കഥയാണ് എഴുതുന്നത് എന്ന് കാഥികൻ്റെ പണിപ്പുരയെപ്പറ്റി എംടി പറഞ്ഞു നിർത്തുമ്പോൾ തൻ്റെ കലാസൃഷ്ടിയിലെ സൂക്ഷ്മതയെ ഒന്നുകൂടി നാം ആസ്വദിച്ചറിയുന്നു. തത്വചിന്തകളുടെ ഘോഷണങ്ങളൊന്നും എംടി കൃതികളിലില്ല. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വികാരത്തിൻ്റെയും നിമിഷത്തിൻ്റെയും ലോകം ചമയ്ക്കലാണ്. അതുകൊണ്ടുതന്നെയാവാം എംടി കഥകളിൽ പ്ലോട്ടിനേക്കാൾ ഭാവം പ്രാധാന്യം നേടുന്നതും. നാലുകെട്ടിൽ അപ്പുണ്ണിയുടെ ജീവിതവ്യഥയാണെങ്കിൽ മഞ്ഞിൽ മനുഷ്യമനസ്സിനെയാണ്. രണ്ടാമൂഴത്തിൽ ഇതൊന്നുമല്ല. മനുഷ്യരുടെ ബലാബലങ്ങൾക്കാണ് സ്ഥാനം. നാളെയുടെയും ഇന്നലെയുടെയും മധ്യത്തിൽ ഒഴിവുകാലം കടന്നുപോകുന്നു. വരും, വരാതിരിക്കില്ല. കാത്തിരിപ്പിനോളം വലിയ പ്രാർത്ഥനയില്ല. എന്നിടത്തൊക്കെ പ്രതീക്ഷയുടെയും കാത്തിരിപ്പിൻ്റെയും താളം കേൾക്കാം. കൊടുമുടികളുടെ വെള്ളിത്തലപ്പുകൾ അപ്രത്യക്ഷമായി. മലനിരകളിൽ നിന്ന് മറ്റൊരു മേഘക്കീറുപോലെ ഇളം നീലഛായ കലർന്ന മഞ്ഞിൻ പടലം താഴ്വരയിലേക്ക് ഇറങ്ങിവന്നു. താഴെ വള്ളിപ്പടർപ്പുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന വർണ്ണശബളമായ പൊങ്ങുതടി സ്വാതന്ത്ര്യം നേടി. ചെമ്പിച്ച മുടിയും വെള്ളാരം കണ്ണുകളും തവിട്ടുനിറത്തിലുള്ള ധാരാളം കുത്തുകളുള്ള ചീർത്ത മുഖവുമുള്ള ബുദ്ധു, മേഫ്ലവറിലെ പുതിയ തോണിക്കാരൻ. വിമലയും ബുദ്ധുവും രണ്ടുപേരും കാത്തിരിക്കുകയാണ്. കാണുമ്പോൾ നീ എന്താണ് ചോദിക്കുക? എന്തു ചോദിക്കാൻ? ഞാനൊന്നും ചോദിക്കില്ല. ഒന്ന് കാണണം, അതുതന്നെ. വിമലയ്ക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല. മനസ്സിൻ്റെ താഴ്വരയിലെവിടെയോ ഒരു മഞ്ഞുകട്ട ഉരുകുന്ന അനുഭവമാണ് തോന്നിയത്. എനിക്കൊന്നും വേണ്ട, ഒന്ന് കണ്ടാൽ മതി. എനിക്കും ഒന്ന് കണ്ടാൽ മതി. ബുദ്ധു, ഒന്നും വേണ്ട. ഒരർത്ഥത്തിൽ വിമല ബുദ്ധു തന്നെ, തിരിച്ചും. ഒരിക്കൽ വരാതിരിക്കില്ല. ഞാനും നിങ്ങളും എല്ലാം യുഗങ്ങളായി കാത്തിരിക്കുകയായിരുന്നു. കാലത്തിൻ്റെ പാറക്കെട്ടുകളിൽ മഞ്ഞു വീഴുന്നു, ഉരുകുന്നു. വീണ്ടും മഞ്ഞിൻ പടലങ്ങൾ തണുത്തുറഞ്ഞു കട്ട പിടിക്കുന്നു. നാമെല്ലാം കാത്തിരിക്കുന്നു. പ്രതീക്ഷ, ഒടുങ്ങാത്ത പ്രതീക്ഷ. കവിത പോലെ സുന്ദരം ഈ ശൈലി. പ്രകൃതിയും മനുഷ്യനും ഒന്നാകുന്ന ആഖ്യാനം. മഞ്ഞിറങ്ങുന്ന മറ്റൊരു താഴ്വരയായി എംടിയുടെ ആഖ്യാനം മാറുന്ന കാഴ്ച. കാത്തിരിപ്പിൻ്റെ കരുണരസം. അപ്പോ രണ്ടാമൂഴമോ? പൊണ്ണത്തടിയൻ, തീറ്റിമാടൻ എന്നൊക്കെ ശത്രുക്കളാൽ ആക്ഷേപിക്കപ്പെടുന്ന ഭീമസേനൻ കായികമായി മാത്രമല്ല മാനസികമായും ബലവാനാണെന്നു കാണിച്ചു തരികയാണ് എംടി. ഒരു ജന്മം മുഴുവൻ രണ്ടാമൂഴത്തിനായി കാത്തുനിന്ന ഭീമൻ. ഒരു തേങ്ങലും അടക്കിയ വിലാപവും കേട്ട് ഭീമൻ നിന്നു. ആ ശബ്ദം അയാൾക്ക് ഏതു കോലാഹലത്തിനിടയ്ക്കും തിരിച്ചറിയാം. മുന്നിൽ പോകുന്ന യുധിഷ്ഠിരൻ കേൾക്കാവുന്നത്ര ഉച്ചത്തിൽ ഭീമൻ വിളിച്ചു പറഞ്ഞു, നിൽക്കൂ ജ്യേഷ്ഠ,
ദ്രൗപദി വീണുപോയി. യുധിഷ്ഠിരൻ കാൽവയ്പ്പുകളുടെ വേഗം കുറയ്ക്കാതെ പിന്തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു, അത്ഭുതമില്ല, ഉടലോടെ ദേവപദത്തിലെത്താനുള്ള ആത്മവീര്യം അവൾ പണ്ടേ നഷ്ടപ്പെടുത്തി. ഭീമൻ അമ്പരന്നു. യാത്ര തുടരൂ, വീഴുന്നവർക്കുവേണ്ടി കാത്തുനിൽക്കാതെ യാത്ര തുടരൂ. യുധിഷ്ഠിരൻ നടക്കുകയാണ്. ധ്യാനത്തിന്റെ വിറയാർന്ന ചുണ്ടുകളോടെ ബാക്കിയുള്ളവർ കടന്നുപോയപ്പോൾ ഭീമസേനൻ മഹാപ്രസ്ഥാനത്തിന്റെ നിയമം മറന്നു. അയാൾ തിരിഞ്ഞു നിന്നു. എല്ലാ നിയമങ്ങളും ശാസ്ത്രങ്ങളും വിസ്മരിച്ച ഒരു നിമിഷത്തിൽ അദൃശ്യശക്തി കൊണ്ട് ആവാഹിച്ചു നിൽക്കുന്ന മേരുവിന്റെ ശൃംഗങ്ങൾ അയാളുടെ പിന്നിലായി. നടന്ന വഴിയിലൂടെ വീണ്ടും ഭീമൻ തളർന്ന കാലുകൾ വലിച്ച് തിരിച്ചു നടന്നു. ഭീമസേനൻ എംടിയുടെ നായകനായത് എങ്ങനെ? എംടി തന്നെ പറയും അതിങ്ങനെയായതാണെന്ന്. ഭാരതയുദ്ധത്തിൽ കേന്ദ്രസ്ഥാനം വഹിച്ചത് ഭീമനായിരുന്നു. യുദ്ധം ജയിച്ചെങ്കിലും ഒന്നും നേടാത്ത നായകൻ. ഭീമൻ ഒരേ സമയം തന്നെ ജേതാവും പരാജിതനുമാണ്. അതുകൊണ്ടുതന്നെ ഭീമന്റെ കാഴ്ചപ്പാട് ഞാൻ സ്വീകരിക്കുന്നു. ഇതിന്റെ തുടർച്ചയാകാം ചന്തുവിലും പെരുന്തച്ഛനിലും എംടിയെ കൊണ്ടുചെന്നെത്തിച്ചിട്ടുണ്ടാവുക. പാരമ്പര്യസ്മൃതി എംടി കഥകളുടെ മുഖമുദ്രയാകുമ്പോൾ തന്നെ ചതി കഥാപാത്രങ്ങളുടെ ജീവിതഗതി മാറ്റിമറിക്കുന്ന കാഴ്ചയും നാം കാണുന്നു. യുദ്ധങ്ങൾ ജയിച്ചിട്ടും ഒന്നും നേടാത്ത നായകനായി, തത്വചിന്തകളുടെ കെട്ടുപാടില്ലാത്ത വെറും മനുഷ്യനായി ജീവിക്കുന്ന ഭീമനെ എംടിയുടെ കഥാലോകത്ത് നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. നാലുകെട്ടിലെ അപ്പുണ്ണി, അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി, കാലത്തിലെ സേതു, ഇവരൊക്കെ തനതായ ഏകാന്ത പഥങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒറ്റയാന്മാരാണ്. വ്യക്തിമനസ്സുകളായിരുന്നു എംടിക്ക് മുഖ്യം. ആത്മാംശം കൂടാതെ അദ്ദേഹത്തിന് ഒന്നും എഴുതാൻ കഴിയില്ല. അത് ഭ്രാന്തൻ വേലായുധനായാലും ദേവിയുടെ മുഖത്ത് തുപ്പേണ്ടി വരുന്ന വെളിച്ചപ്പാടായാലും ഭീമനായാലും ചതിയൻ ചന്തുവായാലും പെരുന്തച്ഛനായാലും. ഓർമ്മകളിൽ നമുക്കൊരു പൂക്കാലമുണ്ടായിരുന്നു. ആഘോഷത്തോടെ പങ്കുവയ്ക്കാൻ ചിരിയും പ്രകാശവുമുള്ള കുറേ വർഷങ്ങളുണ്ടായിരുന്നു. വ്യർത്ഥമായ വർഷങ്ങൾ. നമ്മുടെ കാലടികൾക്കു കീഴിൽ മണ്ണിനു ചുവട്ടിൽ സ്നേഹത്തിന്റെ നീരുറവകൾ നിശബ്ദം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടും വരെ എന്ന പ്രതീക്ഷയിൽ. ജീവിതം ഒറ്റപ്പെട്ട ദുഃഖത്തിന്റെ ശബ്ദമില്ലാത്ത ഘോഷയാത്രയാണ്. നമുക്കിനി ഭൂതകാലമില്ല. ഓർമ്മകളും പ്രതീക്ഷകളും മായ്ച്ചുകളഞ്ഞാൽ മനസ്സ് അചഞ്ചലമാകുന്നു, സ്ഫടികശുദ്ധമാകുന്നു. കണ്ണാംതളിപ്പൂക്കളുടെ കാലത്ത് എംടി പറഞ്ഞു, എത്ര നിറങ്ങളാണ്, എത്ര ഗന്ധങ്ങളാണ്, എത്ര വിസ്മയങ്ങളാണ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്ന്. അതുപോലെ ഇന്ന് നമുക്കും നഷ്ടപ്പെട്ട വിസ്മയമാണ് എംടി.